ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സെൻട്രിഫ്യൂഗേഷൻ ആണ് കേട്ടോ. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റിംഗ് ആണ്, മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക, അതും ഒരു പ്രിസൈസ് ആയ മെത്തേഡിൽ. അപ്പോൾ നമുക്ക് പണ്ട് മുതലേ അറിയാം സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ കമ്പോണൻസ് ഒക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാറുണ്ട്. സോ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ ബ്ലഡ് വെക്കുന്നു, എന്നിട്ട് സെൻട്രിഫ്യൂഗേഷന്റെ അപ്പാരറ്റസിനകത്ത് ഇറക്കി വെക്കുക ചെയ്യുക, അത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പിന്നെ ഫെർദർലി രണ്ട് ലെയറായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് സംഭവമാണ് അല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കുന്നത് ഡെൻസിറ്റി ഡിഫറൻസ് വെച്ചിട്ടാണ്. അതായത് ഒരു കോമ്പൗണ്ടിൽ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെൻസിറ്റി നോക്കി അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ചെയ്യാം. ലബോറട്ടറി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഈ സെൻട്രിഫ്യൂഗേഷൻ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. സോ ആപ്ലിക്കേഷൻ നോക്കാം, ബൾക്ക് ഡ്രഗ് പ്രൊഡക്ഷൻ ആണ്. അതായത് പല കോമ്പൗണ്ട്സുകളെയും നമുക്ക് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ മിക്സ്ചേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ബൾക്ക് ഡ്രഗിൻ്റെ പ്രൊഡക്ഷനിൽ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബയോ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. സോ നമ്മുടെ കോമ്പോണൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു കമ്പോസിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ബയോളജിക്കൽ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാനും വേർതിരിക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ ഈസ് സസ്പെൻഷൻ ആൻഡ് ഇമൽഷൻ ഇവാലുവേഷൻ ആണ്. സോ സസ്പെൻഷനിലെയും ഇമൽഷനിലെയും ഡിസ്പേഴ്സ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ക്വാളിറ്റിയും അറിയാൻ വേണ്ടി സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ, ക്വാളിറ്റി ഓഫ് ദി ഡിസ്പേഴ്സ് സിസ്റ്റം ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഡിസ്പേഴ്സ് സിസ്റ്റം. സോ സസ്പെൻഷൻ്റെയും എമൽഷൻ്റെയും ഡിസ്പേഴ്സ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ക്വാളിറ്റിയും അറിയാൻ പറ്റും. ആൻഡ് മോളിക്കുലർ വെയ്റ്റ് ഡിറ്റർമിനേഷൻ ആണ്. നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ കൊണ്ട് മോളിക്കുലർ വെയ്റ്റ് ഡിറ്റർമിനേഷൻ നമുക്ക് അറിയാൻ പറ്റും ഓഫ് കൊളോയിഡ്സ് ആണ് കേട്ടോ. സോ ബൾക്ക് ഡ്രഗ് പ്രൊഡക്ഷൻ, പ്യൂരിഫിക്കേഷൻ, ബയോഫാർമസ്യൂട്ടിക്കൽ അനാലിസിങ് ആൻഡ് സസ്പെൻഷൻ എമൽഷൻ്റെ ക്വാളിറ്റി, സ്റ്റെബിലിറ്റി, മോളിക്കുലർ വെയ്റ്റ് ആണെങ്കിൽ കൊളോയിഡ്സിൻ്റെ. ഓക്കെ, ഇത്രയുമായിട്ട് നോക്കി വെക്കുക. ഇത് ആപ്ലിക്കേഷൻ ആണ്, നിങ്ങൾക്ക് എലാബറേറ്റ് തരാനായിട്ട് പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് തിയറി ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. സോ ബേസിക് പ്രിൻസിപ്പിൾ സെഡിമെന്റേഷൻ തന്നെയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് എടുത്ത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്താലും കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ആവുക അല്ലേ. സോ ഡെൻസിറ്റി പ്രകാരം, സോ മൈഗ്രേഷൻ ആണല്ലേ, അതായത് നമ്മൾ ഈ റൊട്ടേഷൻ അനുസരിച്ചിട്ടുള്ള ഡെൻസിറ്റി പ്രകാരമുള്ള പാർട്ടിക്കിൾസിന്റെ മൈഗ്രേഷൻ ആണ് എന്നുള്ളതാണ്. സോ സെഡിമെന്റേഷൻ തന്നെയാണ് ബേസിക് പ്രിൻസിപ്പിൾ. ആൻഡ് റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഇതൊരു ടേം ആണ്, റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് പറയാം. സോ ബേസിക്കലി ഇറ്റ് ഡിറ്റർമൈൻ ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ബൈ ദ പാർട്ടിക്കിൾ. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഇല്ലേ, ഈ പാർട്ടിക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്ത ആക്സിലറേഷനെയാണ് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. വേണമെങ്കിൽ ചോദിക്കാം റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ് എന്ന് ചോദിക്കാം. അപ്പം മനസ്സിലാക്കുക, ഇതിനകത്തുള്ള പാർട്ടിക്കിൾസുകൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ ഒരു മിക്സ്ചറിലെ പാർട്ടിക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുന്ന റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പറയാം. നെക്സ്റ്റ് വൺ സപ്പറേഷൻ ടൈം ആണ്. നമുക്ക് എത്ര ടൈം എടുക്കുമോ, നമ്മൾ എത്ര റൊട്ടേറ്റ് ചെയ്യണം, എത്ര സ്പീഡ് ചെയ്യണം, എത്ര പാത്ത് ലെങ്ത്തിൽ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യണമെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ സപ്പറേഷൻ ടൈം എന്ന് പറയുക. അപ്പോൾ 3 പോയിന്റ്സുകൾ നോക്കി വെക്കുക. സോ നെക്സ്റ്റ് വൺ ഇസ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗ്സ് ആണ്. സോ 2 ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗ്സ് നമുക്കുള്ളത്. ഒന്ന് സെഡിമെന്റേഷൻ സെൻട്രിഫ്യൂഗ്സ് ആണ്. സോ ഡെൻസിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് എന്താ സെഡിമെന്റേഷൻ സെൻട്രിഫ്യൂഗ്, ഡെൻസിറ്റി പ്രകാരം കേട്ടോ, ലോവർ ഡെൻസിറ്റി ഹയർ ഡെൻസിറ്റി പ്രകാരം. നെക്സ്റ്റ് വൺ ഇസ് ഫിൽട്രേഷൻ സെൻട്രിഫ്യൂഗേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ സോളിഡിൽ നിന്ന് ലിക്വിഡിനെ മാറ്റുകയാണ് ചെയ്യുക ത്രൂ എ പോറസ് മീഡിയം. അതായത് നമ്മൾ ഫിൽട്ടർ ചെയ്യില്ലേ, ഫിൽട്ടർ ചെയ്യുന്ന രീതി തന്നെയാണ്. ഒരു പോറസ് മീഡിയത്തിലൂടെ നമ്മൾ സോളിഡിൽ നിന്ന് ലിക്വിഡിനെ, അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടിയും ചായ മാറ്റിയെടുക്കുന്ന രീതി, സെപ്പറേറ്റ് സോൾട്ട് ഫ്രം ലിക്വിഡ് ത്രൂ എ പോറസ് മീഡിയം എന്നുള്ളതാണ് ഫിൽട്രേഷൻ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണമാണ്, സെഡിമെന്റേഷൻ ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്. സോ ഫേസ്റ്റ് വൺ ഈസ് പെർഫോറേറ്റഡ് ബാസ്ക്കറ്റ് സെൻട്രിഫ്യൂജ് ആണ്. ഫോട്ടോസ് റെഫറൻസ് ടെക്സ്റ്റിലുണ്ട്, നോക്കുക. സോ അതിൽ ഫേസ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ ആണ്. ലിക്വിഡ് നമ്മളൊരു പെർഫോറേറ്റ് ബാസ്ക്കറ്റ് വാളിൽ കൂടെ വൈൽ സോളിഡ്സ് ആർ റീറ്റൻ, നമ്മൾ ചായ ആയിരിക്കില്ല, ആ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിൽ കൂടെ ഇങ്ങനെ കടത്തി വിടും. സോ എന്ത് ചെയ്യുന്നു, ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ചായ കടന്ന് അപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ സോളിഡ്സ് അവിടെ റീറ്റെയിൻ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ആൻഡ് ഡ്രൈയിങ് ആണ്. ഈ സോൾഡ് ആയിട്ടുള്ള കേക്കിനെ ഫർദർലി ഡ്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ആണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഡ്രോയിങ് നടക്കുക. സോ വാഷിംഗ് മെഷീൻ നമ്മൾ ഈ സാനിറ്ററി എന്ത് ചെയ്യുന്നു, നല്ല പോലെ ചുറ്റും എന്ത് ചെയ്യുന്നു, അകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ആ ഒരു പരിപാടി തന്നെയാണ്. ഇതിനകത്ത് റീറ്റെയിൻ ചെയ്ത സോളിഡ്സിനെ നല്ല പോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും അങ്ങനെ ഒരു ഡ്രൈ കേക്കായിട്ട് മാറുകയും ചെയ്യുന്നു. ആൻഡ് അൺലോഡിങ് ആണ്. ഈ സോൾട്ട് കേക്കിനെ നമ്മൾ കട്ട് ചെയ്ത് മാനുവലി എടുത്ത് അൺലോഡ് ചെയ്ത് സെൻട്രിഫ്യൂഗേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടിയാണ് പെർഫോറേറ്റ് ബാസ്ക്കറ്റ് സെൻട്രിഫ്യൂജ്. സോ ഫസ്റ്റ് വൺ ഈസ് ഫിൽട്ടർ ചെയ്യുക, അപ്പോൾ സോൾട്ട് ആൻഡ് റീറ്റെയിൻ
ചെയ്യും, എന്നിട്ട് തന്നെ ഡ്രൈ ചെയ്യും, നല്ലതായിട്ട് സ്പിൻ ചെയ്യും. അവിടെയാണ് സെൻട്രിഫ്യൂഗേഷൻ, ഈ ഒരു പോയിന്റിലാണ് സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നത് ആൻഡ് അൺലോഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് നോൺ പെർഫറേറ്റ് ബാസ്ക്കറ്റ് സെൻട്രിഫ്യൂജ് ആണ്. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈ സെഡിമെന്റേഷൻ തന്നെയാണ്, പക്ഷേ സെപ്പറേഷൻ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഡിഫറൻസ് വെച്ചിട്ടാണ് ഇവിടെ സെപ്പറേഷൻ നടക്കുന്നത് വിത്തൗട്ട് എ പോറസ് ബാരിയർ. ഇവിടെ പോറസ് ബാരിയറോ കാര്യങ്ങളോ ഒന്നുമില്ല, പകരം ഡെൻസിറ്റി വെച്ച് നമ്മൾ നോക്കും. സോളിഡ്സ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പം സോൾട്സ് ആർ റീറ്റെയിൻ ഓൺ ദ ബാസ്ക്കറ്റ് വാൾ വൈൽ ലിക്വിഡ് റിമെയിൻ ഓൺ ദ ടോപ്പ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ കഞ്ഞി വെള്ളമൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ കഞ്ഞീൻ്റെ മട്ട എന്ന് പറയും, അതായത് നമ്മുടെ കട്ടിയുള്ള ഭാഗം താഴേക്കും കട്ടിയില്ലാത്ത ഭാഗം മേലേക്കും വരില്ല. ആ ഒരു പരിപാടിയിൽ സോളിഡ്സ് റീറ്റെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്, നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വെള്ളം ഉണ്ടാവില്ല, കുറേ കഴിയുമ്പോൾ താഴെ റീറ്റെയിൻ ചെയ്യും, താഴെ കാണുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കില്ല. ആ പരിപാടി തന്നെയാണ്. ആൻഡ് സോൾട്ട് റിമൂവലാണ്. നമ്മൾ സോൾട്ട് മാനുവലി സ്ക്രാപ്പ് ഓഫ് ചെയ്യും ബാസ്ക്കറ്റ് വാളിൽ നിന്ന്. എന്നിട്ട് നമ്മൾ ആഫ്റ്റർ സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രാപ്പ് ഔട്ട് ചെയ്യുന്ന പരിപാടിയാണ് സോൾട്ട് റിമൂവൽ. അപ്പോൾ ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. സെഡിമെന്റേഷൻ, സോൾട്ട് റിട്ടൻഷൻ ആൻഡ് സോൾട്ട് റിമൂവൽ ആണ്. പക്ഷേ വിത്തൗട്ട് എ പോറസ് ബാരിയർ എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. സോ സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂഗ്സ് ഉണ്ട്. സോ അതിലും ഫസ്റ്റ് വൺ ഇസ് ഫിൽട്രേഷൻ തന്നെയാണ്. ലിക്വിഡ്സ് നമ്മളൊരു പെർഫറേറ്റ് ബാസ്ക്കറ്റ് വാളിലൂടെ കടത്തിവിടും, സോൾട്ട്സ് അവിടെ റീറ്റെയിൻ ചെയ്യും, പിന്നെ വാഷിംഗ് ചെയ്യും. സോൾട്ട് കേക്കിനെ നന്നായിട്ട് വാഷ് ചെയ്യും വിത്ത് വാട്ടർ ടു റിമൂവ് ഇംപ്യൂരിറ്റി. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി വാഷ് ചെയ്യുവാണ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ചാർജ് ആണ്. സോൾട്ട് കേക്ക്സ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ചെയ്യും. അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ചെയ്യും. നമ്മൾ ഈ ഫിൽട്രേഷനും വാഷിങ്ങും ഒക്കെ നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്, പക്ഷെ ഇവിടെ നിന്ന് വാഷ് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വാഷ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒക്കെ സെയിം ആണ്. പക്ഷെ എക്സ്ട്രാ എന്താണ്, ഇവിടെ ഡിസ്ചാർജ് ഓട്ടോമാറ്റിക്കലി നടക്കും. ഒരു ഹൈഡ്രോളിക് നൈഫ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് സെമി കണ്ടിന്യൂസ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ സൂപ്പർ സെൻട്രിഫ്യൂജ് ആണ്. ഇവിടെ കണ്ടിന്യൂസ് സെപ്പറേഷൻ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ സൂപ്പർ സെൻട്രിഫ്യൂജിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഇമ്മസിബിൾ ലിക്വിഡ് ഫേസിലുള്ളതിനെ പോലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് മിക്സ്ചർ ആയിട്ടുള്ള ഇമ്മസിബിൾ ആയിട്ടുള്ള കൂടിക്കലരാത്ത ഇമ്മിസിബിൾ ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും. അതിനെയാണ് സൂപ്പർ സെൻട്രിഫ്യൂജ് എന്ന് പറയാം. സോ അതിൽ കണ്ടിന്യൂസ് സെപ്പറേഷനും ഉണ്ട്, പിന്നെ ഡെൻസിറ്റി ബേസ്ഡ് സെപ്പറേഷനും ഉണ്ട്. സോ അവിടെ എന്ന് വെച്ചാൽ ഹെവിയർ ലിക്വിഡ് ഈസ് ത്രോൺ എഗെയിൻ ദ വാൾ വൈൽ ദ ലൈറ്റർ ലിക്വിഡ് ഫോം ആൻ ഇന്നർ ലെയർ. അത് ഹെവി ആയിട്ടുള്ള ലിക്വിഡ്സിന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാൾസിലേക്ക് ത്രോൺ ചെയ്തതിന് ശേഷം ലൈറ്റ് ലിക്വിഡ്സിൽ നിന്ന് ഒരു ഇന്നർ ലെയർ ഫോം ചെയ്യും. നമ്മൾ ഓൾറെഡി കഞ്ഞിവെള്ളത്തിൻ്റെ മട്ട വരുന്നു എന്ന് പറയില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ് സൂപ്പർ സെൻട്രിഫ്യൂജിനും. ആദ്യം കണ്ടിന്യൂസ് സെപ്പറേഷൻ ആണ്, കണ്ടിന്യൂസ്ലി സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡിനെ. എന്നിട്ട് ഡെൻസിറ്റി ബേസ്ഡ് സെപ്പറേഷൻ ആണ് അടുത്തത്. അവിടെ എന്താണ്, ഹെവിയർ ലിക്വിഡ്സ് വാൾസിലേക്ക് ത്രോൺ ചെയ്യുന്നു, ലൈറ്റർ ആണെങ്കിൽ അവിടെ ഇന്നർ ലെയർ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഒന്ന് കോമ്പാക്ട് ഡിസൈൻ ആണ്. സോ മിനിമൽ ഫ്ലോർ സ്പേസ് മതി, അധികം ഒന്നും വേണ്ട. പിന്നെ ഹാൻഡ്ലിങ് വിസ്കസ് സ്ലറീസ്, അതായത് നമുക്ക് സെൻട്രിഫ്യൂജുകൾ നമുക്ക് പേസ്റ്റ് ലൈക്ക് മിക്സ്ചേഴ്സും അല്ലെങ്കിൽ ഹൈ സോൾട്ട് കണ്ടന്റ് ആയതുപോലും നമുക്ക് മാറ്റാൻ പറ്റും. ആൻഡ് റാപ്പിഡ് സെപ്പറേഷൻ, നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് ഓൾറെഡി അറിയുന്ന പോയിന്റ്സ്, ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സ് തന്നെയാണ്, അത് വെച്ചിട്ട് അങ്ങ് എഴുതുക. ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് കോംപ്ലക്സിറ്റി ആണ്, കാര്യം ഓരോ ബാച്ച് വൈസ് ആയിട്ട് ചെയ്യേണ്ടി വരും, ഒരുമിച്ച് നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെയർ ആൻഡ് ടിയർ ഉണ്ടാവും. പ്രൊലോങ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ സെൻട്രിഫ്യൂഗ്സിൽ ഒരുപാട് വെയർ ആൻഡ് ടിയറുകൾ ഉണ്ടാവും. ആൻഡ് ക്രിസ്റ്റൽ ബ്രേക്സ് ആണ്. ചില കേസുകളിൽ ഈ ഡിസ്ചാർജ് പ്രോസസ്സിൽ വേണമെങ്കിൽ അൺഡീസറബിൾ ബ്രേക്കേജ് ഉണ്ടായിരിക്കാം ഓഫ് ദ സെപ്പറേറ്റ് ക്രിസ്റ്റൽസ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ക്രിസ്റ്റൽസിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ബ്രേക്കേജുകൾ ഉണ്ടാകാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കോംപ്ലക്സിറ്റി, വെയർ ആൻഡ് ടിയർ ആൻഡ് ക്രിസ്റ്റൽ ബ്രേക്കേജ് ആണ്. സോ സെൻട്രിഫ്യൂഗേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രിസൈസ് ആണ്, എഫിഷ്യൻസി ഉണ്ട് ആൻഡ് വേഴ്സറ്റാലിറ്റി ഉണ്ട്. സോ എന്തുകൊണ്ടും സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര അത്യാവശ്യം അഡ്വാൻറ്റേജ് ഉള്ളൊരു ഭാഗം തന്നെയാണ് സെൻട്രിഫ്യൂഗേഷൻ. സോ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ റെഫറൻസ് നോട്ട് നോക്കുക, ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാൻ തന്നെ ശ്രമിക്കുക, വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ നെക്സ്റ്റ് കാണാം, ബൈ.